നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മളൊക്കെ ജീവിതത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ കണ്ടുമുട്ടുകയും എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, കഷ്ടപ്പാടാണ്, ഇങ്ങനെ പോകുന്നു എന്ന അർത്ഥത്തിലാണ് ഒരു ഒട്ടുമിക്ക ആളുകളും അതിന് മറുപടി പറയുക. അതൊരു നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ്. നാം ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് സത്യം. നമ്മളെല്ലായ്പ്പോഴും പറയാറുള്ളത് എനിക്കതില്ല, ഇതില്ല, അതൊന്നും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, അതിനൊക്കെ ഞാൻ 100 ജന്മം ജനിക്കണം. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചാണ് എല്ലാ സമയത്തും ചിന്തിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ജീവിത വിജയത്തിനെ സഹായിക്കുന്ന 12 നിയമങ്ങളിൽ 7ാമത്തെ നിയമം എന്നത് ലോ ഓഫ് അബാൻഡൻസ് ആണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ വരേണ്ടത് ക്ഷാമത്തിലല്ല, ക്ഷേമത്തിലാണ്, സമൃദ്ധിയിലാണ് എന്നതാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നമുക്കുള്ളതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതം എന്നത് ക്ഷേമത്തിലും ഐശ്വര്യത്തിലും സമൃദ്ധിയിലുമാണ്, എനിക്കിതൊക്കെ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ഒരു ക്ഷേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തയാണ് നമുക്ക് എല്ലായ്പ്പോഴും വേണ്ടത്. അതിനു വേണ്ടി പരിധിയില്ലാത്ത അവസരങ്ങൾ, എൻ്റെ മുന്നിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഈ ലോകം വലുതാണ്, അത് പരന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ എൻ്റെ മുന്നിൽ ലഭ്യമാകുമെന്ന് വിശ്വസിക്കണം നാം. ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്തായിരിക്കും, എനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഭയങ്ങൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയങ്ങളും സംശയങ്ങളും ഒക്കെ മാറ്റി ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എനിക്കൊരു നല്ല കാലം, ഒരു ക്ഷേമകാലം, ഒരു സമൃദ്ധിയുടെ കാലം വരാൻ പോകുന്നു എന്ന ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിച്ചെടുക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച കാര്യങ്ങൾ, നമ്മൾ എത്രമാത്രം സമൃദ്ധമാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്കില്ലാത്തതും നമുക്കുള്ളതും ഒരുപാട് ആളുകൾക്ക് ലഭിക്കാതെ പോയ ഒട്ടനവധി ഐശ്വര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഒട്ടനവധി കഴിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിച്ചിട്ടുണ്ട്. ആ നന്മകളെ നാം ഓരോന്നോരോന്നായി എടുത്ത് ഒരു പേപ്പറിൽ എഴുതി അതിലേക്ക് നോക്കിക്കൊണ്ട് എനിക്കിത് നൽകിയ പ്രപഞ്ചത്തിന്, പ്രപഞ്ചനാഥന്, സർവരക്ഷിതാവായ സൃഷ്ടാവിന് ഒരുപാട് നന്ദി പറയാൻ നാം സമയം കണ്ടെത്തുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതം എത്രമാത്രം ഐശ്വര്യപൂർവവും എത്രമാത്രം സമൃദ്ധവുമാണ് എന്ന്. അല്ലാതെ ഇല്ലാത്തതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്ഷാമത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അല്ലാതെ വരും കാലത്തെക്കുറിച്ചുള്ള ഒരു വേവലാതി ഒക്കെ വരുന്നത്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തുവെക്കുകയും അത് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ഏറ്റവും നല്ല 3 കാര്യങ്ങളെ എഴുതിക്കൊണ്ട് അതിൻ്റെ പേരിൽ നാം നന്ദി പ്രകടിപ്പിക്കുകയും കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ജീവിതം സുഭിഷ്ടമാകുന്നതും നമ്മുടെ ജീവിതം ഐശ്വര്യപൂർവമാകുന്നതും ക്ഷേമത്തിൽ അധിഷ്ഠിതമായ സമൃദ്ധമായി മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പകൽക്കിനാവിൽ നാം നെഗറ്റീവ് കാര്യങ്ങളെ അങ്ങനെ കാണുകയും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ പകൽക്കിനാവുകളിൽ, നമ്മുടെ വിഷ്വലൈസേഷനിൽ സമൃദ്ധവും ഐശ്വര്യപൂർവവും ക്ഷേമപൂർവവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ലഭിച്ചതായി നാം മനക്കൊട്ട കെട്ടുകയും മനസ്സിൽ കാണുകയും അതോടൊപ്പം പോസിറ്റീവ് അഫർമേഷൻ, എനിക്കിതൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളോട് തന്നെ സ്ഥിരീകരണ വാചകം, നമ്മളോട് തന്നെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ മൈൻഡ് സെറ്റ്, ഈ അബാൻഡം മൈൻഡ് സെറ്റ് നമുക്ക് കരഗതമാക്കാൻ കഴിയും. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങൾക്കും ദുഃഖങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് അവിടെ ജീവിക്കാതെ, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ, അതിനെക്കുറിച്ച് ഒരുപാട് ആകുലതകൾ മനസ്സിൽ സൂക്ഷിക്കാതെ ഈ പ്രസന്റ് മൂവ്മെന്റിൽ നാം ഫോക്കസ് ചെയ്യുകയും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഈ പ്രസന്റ് മൂവ്മെന്റിലേക്ക് കൊണ്ടുവരികയും ഈ പ്രസന്റ് മൂവ്മെന്റിലെ ജീവിതവും പ്രവർത്തനവും സ്വഭാവവും ഒക്കെ നമുക്ക് വളരെ
കൃത്യമായ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് നാളേക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കാൻ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ, ഒരു സുഭിഷ്ടമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ജീവിതമാണ് തനിക്ക് ലഭിച്ചത് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നമ്മുടെ ഫിസിക്കൽ, മെന്റലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ സമ്പുഷ്ടമാക്കാനുള്ള കാര്യങ്ങൾ നാം ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും വേണം. ശാരീരിക മാനസിക ആരോഗ്യത്തിന് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുകയും അത്തരം നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ അബണ്ടം മൈൻഡ് സെറ്റ് നമുക്ക് രൂപീകരിച്ചെടുക്കാൻ കഴിയും. ക്ഷേമത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ കഴിയും. അതിനോടൊപ്പം ഇൻവെസ്റ്റിംഗ് ഇൻ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയവും സമ്പത്തും പ്രവർത്തനങ്ങളുമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്നും വളരുന്ന, ഓരോ അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഡ് പേഴ്സണാലിറ്റിയായി നമ്മുടെ സ്വഭാവത്തെയും പേഴ്സണാലിറ്റിയെയും മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല നല്ല കോഴ്സുകൾ ചെയ്യാം, പുതിയ പുതിയ സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കാം, നല്ല നല്ല ഉപകാരപ്രദമായ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടുമൊക്കെ നമുക്ക് അത്തരത്തിലുള്ള നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ കഴിയും. അതിനൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എൻവിറോൺമെന്റ്, നമ്മുടെ ചുറ്റുവട്ടം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നിറക്കുക. നമ്മുടെ കൂട്ടുകാർ പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന, മോട്ടീവ് ചെയ്യുന്ന, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചുറ്റുപാടിനെ, നമ്മളെ സറൗണ്ട്സിനെ ഒരു പോസിറ്റിവിറ്റിയുള്ള ഒരു ചുറ്റുപാടാക്കി മാറ്റുകയും ചെയ്യുക. അതിനുവേണ്ടി നെഗറ്റീവായിട്ടുള്ള ആരെങ്കിലും, നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എങ്കിൽ അവരെ മാറ്റി നിർത്താനും അവരെ അവോയ്ഡ് ചെയ്യാനും ഒക്കെ നാം പഠിക്കുകയും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി നമ്മുടെ സംസാരവും പ്രവർത്തനവും കൂട്ടുകെട്ടുമൊക്കെ വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം ഈ അബാൻഡം മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കാൻ നമ്മൾ നല്ല ക്ഷേമത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലുമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ചാരിറ്റി പോലെയുള്ള കാര്യങ്ങളിൽ നാം പങ്കാളികളാക്കുകയും വോളണ്ടറി വർക്കുകളിൽ നാം പങ്കെടുക്കുകയും നമ്മളെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലക്ക് ബാക്ക് ടു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായും ശാരീരികവുമായിട്ടുള്ള നമ്മുടെ സാന്നിധ്യം അത്തരം നന്മകളുടെ കൂടെ ഉണ്ടായാൽ അത് നമ്മളെ കൂടുതൽ സമൃദ്ധമാക്കുകയും എന്നെ കൊണ്ട് ഇതിനൊക്കെ സാധ്യമായ രീതിയിൽ എൻ്റെ ജീവിതം സമൃദ്ധവും സമ്പുഷ്ടവും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമുള്ള ജീവിതമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് രൂപീകരിക്കാൻ അതിലൂടെ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഇല്ലായ്മയെ കുറിച്ച് വേവലാതിപ്പെടാതെ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് അതിൽ കഴിഞ്ഞുകൂടാതെ വരാനിരിക്കുന്ന കാലത്ത് എനിക്കെന്ത് സംഭവിക്കുമെന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് ആകുലതപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടാതെ ഈ പ്രസന്റ് മൂമെന്റിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാലോചിച്ചുകൊണ്ട് ഈ നിമിഷത്തെ സമ്പുഷ്ടമാക്കിയാൽ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സമ്പുഷ്ടതയുടെയും ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു ജീവിതം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനക്കോട്ടയിൽ കണ്ടുകൊണ്ട് അതാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഇല്ലായ്മകളെ കുറിച്ച് സമയം കളയാതെ ക്ഷാമത്തിനു പകരം ക്ഷേമത്തിൽ നാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇല്ലായ്മകൾക്ക് പകരം നമ്മുടെ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ പ്രകൃതിയോട് ദൈവത്തിനോട്
സർവശക്തനായ തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലമായി തീരും. അത്തരം ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ, പോസിറ്റീവായി ഡെവലപ്പ് ചെയ്യാനും ഒരു സമൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും ജീവിതം അനുഭവിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിത വിജയത്തിന് സഹായിക്കുന്ന 12 നിയമങ്ങളിലെ 8ാമത് നിയമവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.